ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 4:35 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ട് എണീറ്റ് വന്നിട്ട് മരുന്ന് കഴിക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, ചെറിയൊരു ലൂസ് മോഷൻ, ചെറിയൊരു ലോ BP, ലോ ഷുഗറൊക്കെ ആയിട്ട് ഒട്ടും വയ്യ. അപ്പം ഞാൻ ഇത് വയ്യാണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തിയതായിരുന്നു. രാത്രിയാണ് വീട്ടിലെത്തിയിരുന്നത്. അപ്പം അതിൻ്റെ പുലർച്ചത്തുള്ള എന്താ പറയുക സീനുകളാണ് നിങ്ങൾ കാണുന്നത്. മറ്റേ ലൂസ് മോഷൻ്റെ ഗുളിക കേട്ടോ, ലോപ്പാമിഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ദേഹമൊക്കെ ആകെ ഒരുമാതിരി വേദന എടുക്കായിരുന്നു. പനിയൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു വൈറൽ ആയിട്ടുള്ള സംഭവം വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതേപോലെ ചെറിയ രീതിയിലുള്ള ലൂസ് മോഷനും ശരീരവേദനയൊക്കെ ആയിട്ട്. അപ്പം കിടന്നിട്ടൊരു സുഖം തോന്നാഞ്ഞിട്ട് ഞാൻ വന്ന് എണീറ്റ് മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരും അമ്മയും നീൽച്ചേട്ടനും അമ്മാമ്മയും ഒക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ സമയം ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അതേ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും നീൽച്ചേട്ടൻ്റെ മേത്തിക്ക് നമ്മുടെ അല്ലൂസ് കയറി കിടക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 8:10 പിള്ളേരൊക്കെ എണീറ്റു. ഞാൻ അമ്മേരെ കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരുടെ മുറ്റത്തും നമ്മുടെ വീട്ടിനുള്ളിലൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. ലീലമ്മാമ്മയും അതേപോലെ തന്നെ ശ്രീമും കൂടി നോക്കിക്കോളും. നിഖിൽ ചേട്ടനാണെങ്കിൽ പിള്ളേരൊക്കെ എണീറ്റ് പോയതിന് ശേഷം ഒരു അടുത്തൊരു ഉറക്കത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ സമയത്ത് 8:10 ആയിട്ടുണ്ട്. ഞാനപ്പോൾ എണീറ്റിട്ട് ചുക്ക് കാപ്പി കുടിക്കാനുണ്ട്. അപ്പോൾ ശ്രീമു ചുക്ക് കാപ്പി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറിനും നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നല്ലതാണെന്ന് പറഞ്ഞിട്ടും എന്നോട് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഞാൻ കുടിക്കാനിരിക്കുകയാണ്. പുറത്തിരിക്കുകയാണ്. അപ്പോൾ അതേ പുറത്ത് നമ്മുടെ അയൽവക്കത്തുള്ള കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ കുറച്ച് ചെറിയ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ തല കുളിച്ചിട്ടാണെങ്കിൽ 2 ദിവസമായി വയ്യാണ്ടായ പിന്നെ തല തൊട്ടിട്ടില്ല. അതിനുള്ള എന്താ പറയുക ചിക്കും അഴുക്കൊക്കെ ആയിട്ട് എന്താ പറയുക ആകെ ജട പിടിച്ചിരിക്കുകയാണ്. തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് ഞാനൊന്ന് അഴിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആകെ ക്ഷീണമായി. എന്നോട് എല്ലാവരും പറയുന്നുണ്ട് ഗീത ചേച്ചി ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടുണ്ട്, കുറച്ച് വണ്ണം വെച്ചതൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് 1 കിലോ കൂട്ടിയതായിരുന്നു. ഹായ് പറയ് മണ്ടിയിരുന്നേ. ഹായ് പറഞ്ഞ ഇവിടെ ഹായ് പറയും. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടാവും എന്താണ് നിഖിൽ ചേട്ടൻ ഇങ്ങനെ കണ്ണൊക്കെ കെട്ടിരിക്കണമെന്നല്ല. ഇത് കണ്ണ് കെട്ടിരിക്കുന്നല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം, അഗാരോടെ ഐ മസാജർ. നല്ലൊരു അടിപൊളി ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ലൊരു VR ഗ്ലാസിനെ പോലെ ഇരിക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഇതുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണിത്. ഐ മസാജറിൻ്റെ സൈഡിലായിട്ട് 4 ബട്ടണുകളുണ്ട്. അതിലൊന്ന് പവർ ബട്ടണാണ് വരുന്നത്. പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്തിട്ടാണ് പവർ ഓൺ ചെയ്യുന്നത്. ഈ കാണുന്ന ബട്ടണാണ് കംപ്രഷൻ ബട്ടൺ. കംപ്രഷൻ ബട്ടണോട് ചേർന്ന് തന്നെ നമുക്കൊരു മ്യൂസിക് ബട്ടൺ കൂടി ഉണ്ട്, ലൈറ്റ് മ്യൂസിക് കേൾക്കാനായിട്ട്. ഈ കാണുന്ന താഴെ ഉള്ളതാണ് ഹീറ്റ് അഡ്ജസ്റ്റബിൾ ബട്ടൺ. പിന്നെ ഇതിലൊരു അഡ്ജസ്റ്റബിൾ ഇലാസ്റ്റിക് ബെൽറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ബക്കിളുണ്ട് ഇതിനൊപ്പം. ഞാനത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ കുഷ്യൻ ഉണ്ടല്ലോ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം തന്നെ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മോഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. 5 മോഡലാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മോഡ് സെലക്ട് ചെയ്യുന്നത് പവർ ബട്ടണിൽ തന്നെയാണ്. ഫസ്റ്റത്തെ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് സോഫ്റ്റ് മോഡാണ്. സെക്കൻഡ് മോഡ് വരുന്നത് സ്ട്രോങ് മോഡ്, തേർഡ് മോഡ് റിലാക്സ് മോഡ്, ഫോർത്ത് മോഡ് സ്ലീപ്പ് മോഡ്, ഫിഫ്ത്ത് മോഡ് വേക്കപ്പ് മോഡ്. ഇതിൽ നമുക്ക് കംപ്രഷൻ്റെ മോഡിലും ചേഞ്ചസ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഹീറ്റിൻ്റെ മോഡിലും ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇതിൽ ഇൻബിൽഡായിട്ട് ബ്ലൂടൂത്ത് വരുന്നതിൻ്റെ പേരിൽ ഫോണിലുള്ള പാട്ടുകളെല്ലാം പെയർ ചെയ്യാൻ സുഖമാണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ പേര് കാണിക്കും. കണക്ട് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് ഇതിനോടൊപ്പം തന്നെ കേൾക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കംപ്രഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് എല്ലാ ഏരിയയിലേക്കും കണ്ണിൻ്റെ നമ്മുടെ തടത്തിൻ്റെ എല്ലാ സൈഡിലേക്കായിട്ട് കറക്റ്റായിട്ട് ഇത് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് കുഷ്യൻ ആയതിൻ്റെ പേരിൽ നമുക്ക് നല്ല സുഖമാണത് വെക്കുമ്പോൾ തന്നെ. ബോക്സിൻ്റെ കൂടെ നമുക്ക് ഡിവൈസും പിന്നെ നമുക്കൊരു ഡാറ്റ കേബിളാണ്, ചാർജ് ചെയ്യാനുള്ള ഡാറ്റ കേബിളും കൂടിയാണ് കിട്ടുന്നത്. ഇത് ചാർജ് ചെയ്യുന്ന പോർഷൻ വരുന്നത് ഇങ്ങനെ കണ്ട് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഏരിയയിലാണ് ചാർജിങ് പോയിൻ്റ് ആയിട്ട് വരുന്നത്. ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു റെഡ് ലൈറ്റ് ആയിട്ട് ഇപ്പുറത്തെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ സൈഡിൽ റെഡ് ലൈറ്റ് ഉണ്ടാവും. ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ അത് ഗ്രീൻ ആവും. ഞാൻ ഒത്തിരി സമയം ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ ഇത് കുറച്ച് നേരം വെച്ച് നോക്കട്ടോ. ഒരു 15 മിനിറ്റാണ് നോർമൽ ടൈമിംഗ് വരുന്നത്. നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ തന്നെ നല്ല സുഖമായിരിക്കും കേട്ടോ. ചേച്ചി ആയാലും കീത്തു ആണെങ്കിലും മൈഗ്രെയിനോ അല്ലെങ്കിൽ തലവേദന നോർമലൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന നേരത്ത് അവർക്കും ഭയങ്കര ഒരു ഹെഡേക്ക് ഉണ്ടെങ്കിൽ ആരെയും ഹെൽപ്പില്ലാണ്ട് സെൽഫായിട്ട് തന്നെ ഇവർക്ക് തന്നെ ഇത് വെക്കാവുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ അഗാരോടെ ഐ മസാജർ അടിപൊളി സംഭവമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കീത്തൂനാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്കാണെങ്കിൽ എല്ലാവർക്കും മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതേപോലുള്ളൊരു നമ്മളാണ് മസാജ് ചെയ്ത് അവർ കൊടുക്കുക. അപ്പോൾ ഇതൊരു സംഭവം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് സാധനം വയ്ക്കുക. കണ്ടില്ലേ, അടിപൊളി നല്ല ക്വാളിറ്റിയിലാണ് കാര്യം ബിൽഡ് ചെയ്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉള്ളത്. അപ്പോൾ വൺസ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഇതുപോലുള്ള ഐ മസാജറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ്
എന്താണെന്നുള്ളത്. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ അതേ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനിരിക്കുകയാണ് കേട്ടോ. പുട്ടാണ്, പുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അയിനൂസ് കുറച്ച് പുട്ടൊക്കെ കഴിച്ചു. അപ്പോൾ അല്ലൂസിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലൂസിന് വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എന്നെ കഷ്ടപ്പെട്ട് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിഖിൽ ചേട്ടൻ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല തട്ടാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്നും നിഖിൽ ചേട്ടനും അല്ല എപ്പോഴായാലും നോൺ വെജ് ആയിരിക്കും. ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നോണാണ്. അപ്പം അമ്മ ഒന്നില്ലെങ്കിൽ മീൻ കൂട്ടാൻ വെക്കും, മീൻ മറക്കും, മുട്ടപ്പം ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കും, ചിക്കൻ വയ്ക്കും, അല്ലെങ്കിൽ ബീഫ് വയ്ക്കും. ഇതാണ്. അതല്ലാതെ പച്ചക്കറി എന്നുള്ളൊരു സംഭവം വളരെ കുറവ്. അപൂർവങ്ങളായിട്ടാണ് നിഖിൽ ചേട്ടൻ വരുമ്പോൾ പച്ചക്കറി ഉണ്ടാക്കുക. കാരണം പച്ചക്കറി വലിയൊരു താല്പര്യമില്ല. അപ്പോൾ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടും നോൺ തന്നെയായിരിക്കും. അപ്പം അമ്മ അതേ കാലത്ത് തന്നെ ഗ്യാസിൻ്റെ മരുന്ന് തരാൻ കേട്ടോ. അതായത് ഞാൻ ചായ കുടിക്കുന്നേക്കാൾ മുന്നായിട്ട് ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട്. അതേ പുറത്ത് മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് മീൻ വാങ്ങിക്കാൻ പോവാം. അതെ, അതിപ്പോ അവിടെ അങ്ങനെ തന്നെയല്ലേ. എന്നുവെച്ചാ ബസ്സിന് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇവിടെ നിന്ന് കുത്ത് അങ്ങോട്ട് കുത്തും. അരക്കിലോ മതിയാ? മതി സാറല്ലോ, തരാം കേട്ടോ. അല്ലേ ഫിഷ് ഫിഷ് എന്ന് പറഞ്ഞ ഫിഷ് പറഞ്ഞ അയിനോ ഫിഷ് ആഹാടാ. മതിയില്ലേ? അപ്പോൾ ഈ ചേട്ടൻ്റെ കയ്യിലാണെങ്കിൽ കുഞ്ഞിച്ചാളയായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ഫ്രഷ് ചാളയായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ കറി വെച്ചോ അല്ലെങ്കിൽ വറുത്തോ പിള്ളേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 1/2 കിലോ വാങ്ങിച്ചിട്ടുള്ളൂ. 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ശ്രീമുൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതേ നമ്മുടെ ശ്രീമുൻ്റെ ഫ്രണ്ടായിട്ടുള്ള ചെറുങ്ങാര ചേച്ചനൊക്കെ കണ്ടിട്ടുണ്ട്. ആ ചേച്ചൻ കാലത്ത് തന്നെ വരും ചുമ്മാ സുഖവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നിഖിൽ ചേട്ടൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് അല്ലൂസിന് ചിക്കൻ കൂട്ടിയിട്ട് കുറച്ച് വായൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ. എനിക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് വയറ് നന്നായിട്ട് കത്തനുണ്ട്. പക്ഷേ എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ട്. അതാണ് പ്രധാന പ്രശ്നം. അതായത് ഭക്ഷണത്തോടൊക്കെ നല്ല കുതിമർത്തിയൊക്കെ ആണെങ്കിൽ പോലും ഭക്ഷണം 2-3 വായ വെക്കുമ്പം എന്താ മതി എന്നുള്ളൊരു തോന്നലാണ്. അപ്പം അമ്മ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് വിഴിഞ്ഞിടണം. പിള്ളേരെ നോക്കണ്ടല്ലേ, നമ്മൾ പിള്ളേരെ പിന്നാലെ ഓടേണ്ടതൊക്കെയല്ലേ. എന്താണ് ഈ കോലൻ്റെ മൂക്കൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടിയും ഒന്ന് ബെറ്ററായി വന്നു എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തായിരുന്നു. ഇനി എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പം ഞാൻ കഴിച്ച് കഴിയാറായപ്പോഴേക്കും അമ്മ വന്നു. അപ്പോൾ അതേ അമ്മ എനിക്ക് കട്ടൻ ചായ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ട്. കാരണം വയറ് ലൂസ് മോഷൻ സംഭവമൊക്കെ ഇരിക്കുമ്പോൾ പാൽ ചായ കുടിക്കണ്ട, കട്ടൻ കുടിക്കാൻ പറഞ്ഞിട്ട് കട്ടൻ ചായ തിളപ്പിച്ച് വന്നിട്ട് എനിക്ക് കഴിഞ്ഞ് വേറൊരു മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ചാച്ചൻ്റെ കയ്യിൽ കോരയായിരുന്നു, നല്ല വലിയ കോരയായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് മുള്ളില്ലാത്ത മീനായിരിക്കുമല്ലോ, നല്ല മാംസമുള്ള മീനല്ലേ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു. വേണ്ടെന്ന് ചാളുണ്ടല്ലോ എനിക്ക്. വേണ്ട അത് മതി. വെള്ളടുപ്പ അല്ലേ? കോരയുണ്ട്. കോര കഴിഞ്ഞു. നല്ല അയിലാണ്, പുതിയ മീൻ. ഞാനൊരാളെ കണ്ടിട്ടുണ്ട്, അയാളുടെ ഷർട്ടിന്റെ പറയാമോ. അയ്യോ അമ്മേരെ കഴിയുമ്പല്ലേ, ഞാൻ അമ്മേരെ കഴിയുമ്പോ ഞാനൊരാളെ വിത്ത് മ്യൂസിക്. ഞാനൊരാളെ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. അല്ലോ ഞാനൊരാളെ കണ്ടിട്ടുണ്ട് കളിച്ച്. കെടുക്കുമ്പോ കണ്ണാട മോളിൽ കയറി കറക്റ്റ്.
ഞാനപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായക്ക് എടുത്ത് വന്നിട്ട് റൂമിലിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ്. ഞാൻ രണ്ട് പിള്ളേരെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ അമ്മ എന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഒപ്പിച്ചു. പക്ഷേ എപ്പോഴും ഇല്ല, ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അമ്മ ഞാൻ ചിലപ്പോൾ ഞാൻ വൈകിട്ട് പോകുമ്പോൾ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാനെടുത്ത് കറികളൊക്കെ വെച്ച് വയ്ക്കും, ചിക്കൻ കറിയും ചിക്കൻ വറുക്കാനൊക്കെ തേച്ച് വയ്ക്കും. അങ്ങനെ അമ്മയ്ക്ക് വേണ്ട എല്ലാ ഹെൽപ്പ് എനിക്കറിയാം. അമ്മയ്ക്ക് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും വയ്യ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഹലോ ഹലോ, അച്ഛനെ പാട്ട് പാടാൻ പോണ്, പാടട്ടെ? അച്ഛൻ പാടും, കൂടെ പാടണേ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, പാടി ഉണ്ണി പാട്. അല്ലോ ഉണ്ണി അല്ലിട്ടാ പാട്, മിഠായിട്ടമ്മ പുഴു 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 പുഴു. അല്ലോ ഉണ്ണി. ഇവിടെയാണെങ്കിൽ ചേട്ടൻ രണ്ടുപേരും നല്ല കളിയിലാണ്, നല്ല മൂഡിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് കളിക്കട്ടെ, അപ്പം ഞങ്ങൾക്കായാലും കുറച്ചു നേരം അടുത്തിരുന്നാൽ മതിയല്ലോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു സംഭവത്തിലാണ്. അമ്മയ്ക്ക് വേനിക്കുന്നോ പൊട്ടെന്ന് എങ്ങനെ ചെയ്ത് അതെനിക്ക് ഭയങ്കര വേദന ഉണ്ടാന്നേക്കാം. എന്തെങ്ങനെയായത്? കുഴിനേകാണോ അത്? കുഴിനേകം പക്ഷെ വളരും ജയ. അയ്യോ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്യൂടെക്സ് ഇടുമ്പോ ഭംഗി ഉണ്ടാവില്ല എനിക്ക്. വേണ്ട, നോ 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 നോ. അയ്യോ അമ്മക്ക് വേനിക്കുന്നു, വേണ്ടെന്ന് പറയാ അച്ഛനോട്. നിർത്താൻ പറയണോ പ്ലീസ്. ഷേപ്പിലിട്ടിട്ട് എനിക്ക് പ്ലീസ്. അധികം പറ്റടിക്ക് മുട്ടടിച്ച് വെക്കില്ല കേട്ടാ ചേ. അധികം മുട്ടടിച്ച് വെക്കില്ല, ക്യൂടെക്സ് ഇടാൻ വേണം എനിക്ക് കേട്ടാ ചേ. നിന്റെ അമ്മൂമ്മ പോടാ. ഇഷ്ടല്ല എനിക്ക്. എനിക്ക് കാലുമ്മ നഖം വളർത്താൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഈ ചേട്ടന്മാരൊന്നും സമ്മതിക്കില്ല. പിള്ളേരെ മേത്തായാലും ഞങ്ങളുടെ മേത്തൊക്കെ ആയാലും കുത്തിക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് വെട്ടണ്ടെന്ന് പറയും. പിന്നെ ഇതേപോലെ ഞാൻ വെട്ടാണ്ട് എൻ്റെ ഒരു നഖം കേടായിട്ട്, എന്താ പറയുക, കുഴിനഖം കുത്തിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരാൾ നല്ല കരച്ചിലാണ് ഡബ് ചെയ്യുമ്പോൾ. എന്നെ കാണാണ്ടാന്ന് തോന്നുന്നുണ്ട്. അല്ലൂസ് വീട്ടിനുള്ളിൽ നല്ല കരച്ചിലാണ്. പിന്നെ അല്ലൂസിനും മൈനൂസിനും നഖം കടിക്കേണ്ട ഒരു സ്വഭാവം കൂടി ഉണ്ട്. അമ്മ എൻ്റെ കാലുമറ്റ നഖം വെട്ടിത്തായോ കേട്ടാ. ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഇവരെ നഖം പ്രത്യേകിച്ച് വെട്ടി കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇവരെ കാലുമ നഖം ഉണ്ടായിരുന്നു. കൈമത്തെ നഖം ഇവർ കടിച്ചു കളയും, എപ്പോഴും കടിക്കും. കാരണം ഞാനും അമ്മയൊക്കെ ഈ നഖം കടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പാരമ്പര്യമായിട്ട് പിള്ളേർക്ക് കിട്ടിയതാന്ന് തോന്നിട്ട് ഈ നഖം കടി. നമ്മുടെ ശ്രീമുക്കുട്ടിയാണെങ്കിൽ ഇതേ മീമിയൊക്കെ നന്നാക്കി കൊടുക്കുകയാണ്. അമ്മയാണെങ്കിൽ മീൻ കൂട്ടാൻ വെക്കുന്ന പരിപാടിയിലാണ്. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുത്തെ വിശാചേട്ടനാട്ടോ. വിശാചേട്ടൻ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും വരും. അതിൽ കൂടെ പോകുമ്പോൾ പിള്ളേരെ കാണാനും എന്നെ കാണാനൊക്കെ ആയിട്ട്. ഞാൻ പണ്ടായിരുന്നപ്പോൾ ഇവിടെ തന്നെയായിരുന്നു എൻ്റെ സഹവാസം. ഞാൻ ഇവിടുത്തെ കളിക്കാനൊക്കെ പോകും, ഇവിടെ തന്നെയായിരുന്നു ഫുഡൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പോൾ വലിയ കുട്ടിയൊക്കെ ആയപ്പോഴുണ്ട് അധികം ഇങ്ങോട്ട് പോകാൻ പറ്റാത്തതും. പോയി ഐനൂസിനെ കൊണ്ടുപോയിട്ട് അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ചുണുക്കം വന്നിട്ടാ. ചേട്ടൻ്റെ പിള്ളേരുടെ കീർത്തന ചേച്ചിയുടെ ഉണ്ണി വന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും കിടാവിന് പേടിയായി. അത് കഴിഞ്ഞിട്ട് അല്ലുക്കുട്ടനൊന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചു. ചേട്ടൻ പറഞ്ഞു അവനെ കൊണ്ടുപോകണ്ട, അങ്ങനെയല്ല ശീലാവളെന്നുണ്ടത്, അവനെ കൊണ്ടുപോകണ്ട്. പക്ഷെ അവൻ നല്ല കുട്ടിയായിട്ട് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ.
തിന്നാ പാപ്പ കാറ്റോടുത്തേ ടാറ്റാ ഷേക്കിൻ്റെ നാളെ വരാൻ പറ നാളെ വരാം നാളെ വരാം. അടുക്കളയ്ക്ക് വരുമ്പോഴതേ അമ്മ നാളികേരം ചെരുകിയിട്ട് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ടെൻഷനാണ് ഈ പറഞ്ഞ പോലെ തന്നെ കറികളൊക്കെ വെക്കുമ്പോൾ. കാരണം ഇവിടുത്തെ നമ്മളിവിടെ വെക്കുന്ന പോലത്തെ രുചി തന്നെയാവോ, നിഖിൽ ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിഖിൽ ചാനലാണെങ്കിൽ നോൺ വെജ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഓക്കെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പച്ചക്കറിയൊക്കെയാണ് എന്തെങ്കിലും ടേസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിലൊക്കെ പറയാം അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ. പിന്നെ തൊട്ടാ പിന്നെ അതേ നമ്മുടെ ചെക്കന്മാർക്ക് കയ്യിൽ ഓരോ ആപ്പിൾ നമ്മൾ തൊലി ചെത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇലുമിനാട്ടി സോങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കേട്ടിന്ന് കളിച്ചോളും. കുളിച്ചിട്ടില്ല ഇത്ര നേരമായിട്ടും ടി വി കണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കളിക്കാനും കളിപ്പിക്കാനായിട്ടും ശ്രീമുണ്ട് കേട്ടോ. ശ്രീമു ഇവരെ പിന്നാലെ ഇരുന്നോളും. ശ്രീമുവിനെ പറ്റുന്ന രീതിയിലൊക്കെ കളിപ്പിക്കും. തല്ലൂട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യും. ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് ശ്രീമുനെ. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിലും ഭയങ്കര ജീവനാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ അടുത്തേക്ക് എന്തായാലും എന്താ പറയുക ചാടിപ്പോവും. അപ്പോൾ ഞാൻ നല്ല ബെഡ് റെസ്റ്റിലാണ്. ഞാൻ ഒന്ന് കിടന്നതായിരുന്നു ഗൈസ്, ഒരു സുഖമില്ലായ്മ തോന്നിയിട്ട്. റെഡി അല്ലല്ലോ ഉണ്ണി ഓക്കെ ഉണ്ണി വാവാ അല്ലേ അമ്മ ഞാനൊരാളെ ഞാനൊരാളെ കണ്ടിട്ടുണ്ട് അയാളോട് ഒരു മന്നട്ടി കുട്ട ഉപ്പിണ്ടാ എരി കൂടുതലുണ്ടാ ഉണ്ടാ എടുക്കമ്മ മീൻകൂട്ടത്തിൽ നന്നോ ഇറ്റായ ചാല മീമി ഇറ്റായില്ല കാണണ ഫോൺ കാണണ. അപ്പോൾ നിഖിൽ ചേട്ടൻ എന്തോ വർക്ക് വന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കെടുക്കുന്ന സൈഡത്തെ ഈ ഒരു ജനലും ചേട്ടൻ വന്നാൽ തുറന്നിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പേടിയാണ്, പാമ്പൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അമ്മ അധികം തുറന്നിടാൻ സമ്മതിക്കില്ല. അവരെ കുളിപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ ഉറക്കമായിട്ടോ. അയിനൂസ് തന്നെ ഇവിടെ കെടുത്തിട്ടുണ്ട്, അല്ലൂസിനെ നമ്മുടെ അപ്പുറത്തെ റൂമിലും കെടുത്തിട്ടുണ്ട്. ഇന്ന് കുളിക്കാനായിട്ട് കുറച്ച് ലേറ്റായി. കാര്യം ഇവിടെ വന്ന് പിന്നെ ഞാൻ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ അടുക്കളയിൽ പണിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതേസമയം 1:25 ണ്ട്. അടുക്കളയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം എന്തായെന്ന്. മീൻ വറക്കേണ്ട മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ലോക്ക് ചെയ്തതാട്ടോ വാതിൽ. അമ്മ പിള്ളേർക്കുള്ള മീൻ സെപ്പറേറ്റ് മസാല വെച്ചിട്ടുണ്ട്. അധികം എരിവൊന്നും ഇടാണ്ട് മഞ്ഞപ്പൊടി ഉപ്പുമുളക് മാത്രം ഇട്ടിട്ട് വറുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കുള്ള മീനാണ് വറുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ എന്നോട് പറയായിരുന്നു ചാളക്കൂട്ടാൻ്റെ പുളി നോക്കിയാൽ നീൽച്ചാൽ അത്ര പുളി ഇഷ്ടമല്ല. അതേ ഞങ്ങൾക്കുള്ള മീനിൻ്റെ ഇപ്പുറത്തെ മസാല വെച്ച് വെച്ചിട്ടുണ്ട്. മീൻ ഏകദേശം എല്ലാം വറുത്ത് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മയാണെങ്കിൽ ഇവിടെ നമ്മൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും മീനൊക്കെ വറുത്ത് വെച്ചിട്ട് ആദ്യം ടേസ്റ്റ് നോക്കാനായിട്ട് മരുമോന് കുറച്ച് കൊണ്ടുകൊടുക്കും. സവാളൊക്കെ അരിഞ്ഞ് മരുമോൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാങ്ഷൻ കിട്ടിയാൽ എന്താ പറയുക കോൺഫിഡൻ്റ് ആവുള്ളൂ അടുത്തൊരു ട്രിപ്പ് ഇടാനൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ നല്ല ടേസ്റ്റ് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല മസാല ആയിരുന്നു, അരപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സ്പ്രൈറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് കൊണ്ടുകൊടുത്തു ചേട്ടനും. ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ് റെസ്റ്റ് ഉറപ്പാണ്. കാരണം പിള്ളേർ ഇങ്ങനെ നടന്നോളും, വീടിൻ്റെ ഉള്ളിൽ തന്നെ നടന്നോളും. പുറത്ത് നടന്നിട്ടുണ്ടെങ്കിലും അമ്മയും അമ്മയ്ക്കായിട്ടും അവർ നോക്കിക്കോളും, സീനൊന്നുമില്ല. ഞാനായാലും മനസ്സമാധാനം ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. ഇതിപ്പോൾ ശ്രീമു വന്നിട്ടുണ്ട് എന്തോ ഒരു കഥയായിട്ട്. രാമനൊക്കെ കണ്ട കാലിലേക്ക് ചുട്ട രാമനെ വരുന്നൊക്കെ കണ്ട
ലാസ്റ്റ് കുഞ്ഞിക്രാവിനെ കൊണ്ട് ഒരു ആംബുലൻസ് ഇത് കയറി പോലൊക്കില്ലേ കുഞ്ഞിക്രാവിനെ വിളിച്ചിട്ട് അമ്മ എനിക്ക് എന്തോ ഓപ്പറേഷൻ ആയിട്ട് കഴിഞ്ഞിട്ട് അതിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് അതിൽ കഴിച്ചിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കണ്ടോ? ഏത് സിനിമയ്ക്ക് ആറാറന്നല്ലേ ലാസ്റ്റ് കോട്ടാ ഉറങ്ങിക്കിടന്നോട്ട് നമ്മുടെ ഐനൂസ് ഓടി വന്നാട്ടാ അവന് നെഞ്ചത്ത് കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീമോപ്പം എന്നോട് ചോദിക്കുകയായിരുന്നു, അവിടെ ഇങ്ങനെ തന്നെയാണോ, നമ്മൾ കട്ടിൽമെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമോ ഉറങ്ങാൻ വേണ്ടിയിട്ടെന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ മേത്ത് കിടന്നുറങ്ങി, അച്ഛനും കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 1:45 2 മണിയോളം ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടും എണീക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴാണെങ്കിൽ അല്ലുക്കുട്ടനെ എണീറ്റിട്ട് നമ്മുടെ ലീനമ്മേരെ ഒക്കെ കയറിയിരിക്കുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ ഇതേ ഫുഡൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം കഴിക്കാം, അതാണ് നല്ലത്, ഇവർ ഉറങ്ങുമ്പോഴല്ലേ എനിക്ക് മനസ്സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻ വറുത്തതും ഒരു കഷ്ണം മീൻ വറുത്തതും അതേപോലെ തന്നെ ചാളക്കറിയും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മീൻ വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അധികം അങ്ങോട്ട് തിന്നാൻ തോന്നുന്നില്ല, എന്താണെന്നറിയില്ല ഗൈസ്. അതിനുശേഷം നിഖിൽ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് എണീപ്പിച്ചതേ നിഖിൽ ചേട്ടനും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, മോനെ മീൻ കൂട്ടാത്തിന് ഉപ്പൊന്നും കൂടിയിട്ടില്ല. അമ്മയ്ക്ക് എന്താണെന്നറിയില്ല, അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം അമ്മ നന്നായിട്ട് വെക്കുകയൊക്കെ ചെയ്യും, നോൺ വെജ് ആയതുകൊണ്ട് അമ്മ നൈസായിട്ട് വെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും അമ്മയ്ക്ക് തീർച്ചയായിട്ടും വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെച്ച് കൊടുക്കണം, അത് ബെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഒരു സംഭവമാണ്. നമ്മുടെ ചെക്കന്മാർക്ക് ചോറ് കൊടുത്തിട്ടില്ല, ഞാൻ ചോറ് കൊടുക്കാൻ പോകണുള്ളൂ. അത്രയും പേരുണ്ടെന്ന് ആരാറിന് ചവിട്ടിന്റെ കാലുമൊക്കെ ഇറക്കണ്ടാണ് വണ്ടി ഓടിക്കുന്നൊക്കെ അവിടെ ചെന്ന് വണ്ടി ഓടിച്ച അച്ഛൻ്റെ അച്ഛനെടുത്ത് വണ്ടി ഓടിച്ച പോയിട്ട് അച്ഛൻ്റെ അടുത്ത് വണ്ടി ഓടിച്ച് ഫോൺ ചെയ്യണം. അമ്മ ഫോൺ ചെയ്യുമ്പോൾ തന്നെ പറയാ മമ്മേ കൊല്ലുപുത്തായി എന്തുകൊണ്ടാ അല്ലോ എന്താടാ ചിരിച്ചതിന് അതിന് ചിരിച്ചേ അതിന് അമ്മ വിളിച്ചേ. അന്നത്തെ ദിവസം നമ്മുടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഡേ ആയിരുന്നു. അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ ആ ടി വിയിൽ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തു വെച്ചു എന്നുള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ വലിയശ്വനും വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് വയ്യ, ഞാനവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഉണ്ണികളെ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവർ നാട്ടിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചോക്ലേറ്റും ബിസ്ക്കറ്റും പിന്നെ അവർക്ക് പരിപ്പോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പരിപ്പോടൊക്കെ വലിയമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അമ്മാമ്മയ്ക്ക് വേണ്ടി വേറെ എന്തൊക്കെയോ വലിയമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുതിയൊരു സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചായക്കൊന്നുമില്ലല്ലോ ഒന്നും വെച്ച് ചായക്കടിയായി അമ്മൂമ്മയ്ക്ക് സ്പെഷ്യൽ
അമ്മൂമ്മ അവിടെ വന്ന് കുളിച്ചിട്ട് ബോഡി വാഷ് സോപ്പ് തേക്കണ്ട ഇതിട്ട് കുറച്ചെടുക്ക എന്നിട്ട് അവിടെ കുളിക്കുക കേട്ടാ. ഷാമ്പു പോലെ എടുത്തിട്ട് മേത്തങ്ങോട്ട് തേക്കുക. അതെ പിടിച്ചു. ആ ആ ആ ഇപ്പൊ വേണ്ട വലിശാദേ ഒന്ന് BP ഒന്ന് കുറഞ്ഞേണ്. അപ്പൊ തന്നെ കുറച്ച് ഷുഗർ കുറഞ്ഞു, ക്ഷീണായി. ആ അപ്പൊ ഞങ്ങൾ ചായ വെക്കാൻ തുടങ്ങായിരുന്നു കേട്ടോ. ആ സമയത്താണ് അവർ കയറി വന്നത്. അപ്പം എന്തായാലും ചായ വെച്ച് കൊടുക്കട്ടെ. പരിപ്പോടെ കിട്ടിയിട്ടുണ്ട്. ചായക്കടി ആയിട്ട് വറവായിട്ട് എനിക്ക് തിന്നാൻ ഒരു സുഖമില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. ദേ നമ്മുടെ ആയിനൂസൂട്ടന് അമ്മ ഫ്രിഡ്ജിൽ നിന്ന് കിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് കിക്കായിട്ട് കഴിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു പകുതി പീസ് നമ്മുടെ അല്ലുക്കുട്ടന് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. TV-ൽ നമ്മുടെ വിജയുടെ ന്യൂസും കണ്ടിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കാണാൻ ഒന്നും തിന്നാൻ പറ്റില്ല. അപ്പൊ അമ്മ പറഞ്ഞു വിളിച്ച് റൂമിൽ വന്ന് തിന്നാൻ വേണ്ടി തന്നതാ. മധുരം കഴിക്കണ്ടിച്ചാ ഷുഗർ കുറയും. നേരത്തെ അവന്മാർ കഴിച്ചിട്ട് വേറെ, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അമ്മയാണെങ്കിൽ എനിക്ക് ലോ ഷുഗറാന്ന് പറഞ്ഞപ്പോൾ ഫ്രിഡ്ജ് നിറച്ച് മിഠായി വാങ്ങിച്ചിരിക്കുക കേട്ടോ. എന്തൊക്കെയോ പലതരം മിഠായിയൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വലിയൊരു താല്പര്യമില്ല കഴിക്കാനായിട്ട്. പക്ഷേ എന്നോട് നിർബന്ധിച്ച് ഞാൻ ഒരു മഞ്ച് കഴിച്ചു. അതിന് എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റില്ല, ഞാൻ പകുതിയേ കഴിച്ചുള്ളൂ. പിന്നെ രാത്രി ആയപ്പോഴേക്കും എൻ്റെ കൂലിയൊക്കെ ഞാൻ കഴിപ്പിച്ച് വെച്ചു, അല്ലെങ്കിൽ മോശമല്ലേ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഫുഡ് അടിയും കുറച്ച് കൊടുത്തു, കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കാനുള്ള പരിപാടിയിലാണ്. എങ്ങനെയെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വെറുതെ എൻ്റെ തോളിൽ കെടുക്കാമെന്നല്ലാണ്ട് ഉറങ്ങുന്ന ഒരു മട്ടും കാണില്ല ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ രാത്രി കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെക്കന്മാർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഒരാള് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. പൈനൂസ് അവിടെ ഫാനിന്മ കളിക്കുന്നുണ്ട്, ടേബിൾ ഫാനിൽ. പങ്കെടുപ്പ് വളരെ തൊരയിലാണ് കേട്ടോ. പിന്നെന്താ, ഇപ്പം കുറച്ച് ഭേദമായിട്ടുണ്ട്. ഏട്ടൻ സുഖമാണ്, സുഖകരമായിട്ടിരിക്കുന്നു. കുത്തിക്കയറ്. ഉമ്പം പറഞ്ഞു, ഉമ്പം. മമ്മ പറഞ്ഞേ അപ്പം. പീപ്പി പീപ്പി. അച്ഛ പറഞ്ഞ അച്ഛന്ന് പറഞ്ഞോ. അമ്മ പറഞ്ഞേ അന്നോ. അമ്മ പറയും മുക്കി കൂടെ സൗണ്ട് ഉണ്ടാക്കി. എങ്ങനെയാ എനിക്ക് സൗണ്ട് ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി അല്ലേ സൗണ്ട് ആക്കാ. ഇവർ രണ്ടുപേരും മെപ്പ് ഇങ്ങനെ കളിച്ചു. അതിൻ്റെ അവസാനം ഇതേപോലെ ഒരു കരച്ചില്ലായിരിക്കും കേട്ടോ അവസാനിക്കുക. ഞാൻ ഐനൂസിനെ അല്ലു കടിക്കുന്നുണ്ടപ്പോൾ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ നികിച്ചേൻ്റെ കണ്ണുമ്മ കുത്തി. അങ്ങനെയൊക്കെ ഒരു സീൻ ഉണ്ടായിരുന്നത്. കണ്ണുമ്മ ഓൽമെൻ്റ് തേച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഐനൂസിനാണെങ്കിൽ ഭയങ്കര വിഷമം. അച്ഛൻ്റെ കണ്ണുമ്മ ഇങ്ങനെ ഓൽമെൻ്റ് തേച്ചിരിക്കുന്നത് കാണുമ്പോൾ. അല്ലൂട്ടനെ വലിയൊരു ബോധേടല്ല, പക്ഷേ ഐനൂസ് ഭയങ്കര ബോധേടാണ് നമുക്ക് ഇതേപോലെ വയ്യായകളൊക്കെ വരുമ്പോൾ. താങ്ക് യു. ഗുഡ് ബോയ്. ആടാ കുത്തിയത് ആരാ കുത്തിയതിനെ? ഇതാരാ കുത്തിയത്? ആരാണോ കുത്തിയത്? അമ്മേണാ? ആ നമ്മ കുത്തിയിട്ടുണ്ട്. നോക്കി അമ്മ നോക്കി. ചോറിനുണ്ടോ നീ ഇതിനോട്? കുറച്ചായിട്ട് ഒരു 9 മണി നമുക്ക് കഴിക്കാം. ഇതിൽ ഉറങ്ങണോ നോക്കട്ടെ. ഉറങ്ങ കെട്ടിപ്പിടി. അവിടെ കെട്ടിപ്പിടി.
ഹലോ ഹലോ പൂച്ച പൂച്ച കാവിൽ കാവില്ലേ ഹലോ 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 ജീബു വരാമുണ്ട ജീബു അതുമേ ജീബു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാതിരിക്കട്ടെ. അമ്മ അപ്പോൾ അമ്മയ്ക്കൊരു ത്രിബിൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കി തന്നിട്ട് അത് കഴിച്ചു. ഞാൻ നിഖിൽ ചേട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെയാണെങ്കിൽ അവർ പപ്പടും ചോറൊക്കെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പപ്പടത്തിൻ്റെ പാത്രം അങ്ങനെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ട് തവിട് പൊടിയാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയാണെങ്കിൽ എന്തിനും എന്താ പറയുക സമ്മതിച്ചു കൊടുക്കും. അപ്പം ഞാനും നിഖിൽ ചേട്ടൻ ചീത്തറിയാം അമ്മ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കണ്ട, അവരത് പിന്നെ അങ്ങനെയാവുന്നൊക്കെ വേണ്ട. അമ്മ പറഞ്ഞു പോട്ടെ സാരമില്ല കരയിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് അമ്മ എന്നെ ലാസ്റ്റ് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാരൊരു എന്താ പറയുക ചെക്കന്മാരെ പിന്നീ കൂടെ നമ്മളൊരു മോപ്പും ഈ പറഞ്ഞ പോലെ ചൂലും വെച്ച് നടക്കണം, അങ്ങനത്തെ അവസ്ഥയാണ്. അമ്മാതിരി കുറുമ്പുകളൊക്കെയാണ് ഇപ്പം എന്താ പറയുക കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പാവ അമ്മതി അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. കിടക്കലാണെങ്കിൽ ഒരുപാടുണ്ട് വേറെ ബാക്കിയായിട്ട്. ചേട്ടൻ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ ഒരാളെ കൊടുത്തിട്ട് ഞാനും ഇരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഫുഡ് കഴിക്കാൻ പോകുന്നത്. ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും മീൻ കൂട്ടാനും മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ടും ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ സെറ്റായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ തോന്നി.